Meet the Editors. നമസ്കാരം. മീറ്റ് ദ എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് റിപ്പോർട്ടർ TV. മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ആന്റോ അഗസ്റ്റിനാണ് DGPക്ക് ഇപ്പോൾ പരാതി നൽകിയത്. നിസാർ കുമ്പിള വളപ്പിൽ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെയാണ് റിപ്പോർട്ടർ TVക്കെതിരെ വ്യാജ പ്രചാരണം നടക്കുന്നത്. വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ, ലിങ്ക്, റിപ്പോർട്ടർ TVയുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയുടെ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾ എന്നിവ ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത്. വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതിനും വ്യാജരേഖ ചമച്ചതിനും കേസെടുക്കണം എന്നാണ് DGPക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വ്യാജമായി എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതു താൽപര്യവും മാധ്യമ സ്വാതന്ത്ര്യവും മാധ്യമപ്രവർത്തകരുടെ സുരക്ഷയും മുൻനിർത്തി നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ടർ TVയുടെ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്ന വാർത്തയാണ് നമ്മൾ മീറ്റ് ദ എഡിറ്റേഴ്സിൽ എടുക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഈ പറഞ്ഞ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ സംഭവം നമ്മൾ മീറ്റ് ദ എഡിറ്റേഴ്സിലെ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യാജ വീഡിയോ പ്രചരിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ, അതിൽ ഒരു ഘട്ടത്തിൽ ഉണ്ണി ബാലകൃഷ്ണനും ഡോക്ടർ അരുണും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ രൂപത്തിലുള്ള ചർച്ച, അതാണ് അതിലൊരു പ്രത്യേക ഭാഗം എടുത്തിട്ട് പറയാത്ത വാക്ക് പറഞ്ഞു എന്ന രൂപത്തിലാണ് പ്രചരിപ്പിക്കുന്നത്. വളരെ ഗുരുതരമായ വിഷയമാണ്. അതിനെ ഇപ്പോൾ നമ്മൾ പരാതിയും കൊടുത്തിരിക്കുന്നു. അന്നത്തെ സംഭവം അതെങ്ങനെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഓർക്കുന്നത്? കാരണം ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ മറുപടി എടുത്തിട്ടാണ് അതിനെ ഒരു ആയുധമാക്കിയിരിക്കുന്നത്. അതെ, നിശ്ചയമായും. നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി സ്മൃതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്, അഥവാ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളിൽ നിന്ന് തന്നെ വളരെ ശക്തമായ ചില പ്രതിഷേധങ്ങൾ റിപ്പോർട്ടർ ചാനലിനെതിരായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മളിരിക്കുന്ന ഈ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ഏതാനും പ്രവർത്തകർ വന്ന് മുദ്രാവാക്യം മുഴക്കുകയും ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്തിട്ട് പോവുകയുണ്ടായി. നമ്മുടെ പ്രശ്നം ഇക്കാര്യത്തിനകത്ത് യൂത്ത് കോൺഗ്രസിനെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലേ അല്ല ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. മറിച്ച് നമ്മളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രേക്ഷക സമൂഹമുണ്ട്. ആ പ്രേക്ഷക സമൂഹം ഒരു കാരണവശാലും ഒരു തെറ്റിദ്ധാരണയിലേക്കും പെട്ടുപോകരുത് എന്ന് നമുക്ക് എന്താ പറയുക, അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുള്ളതുകൊണ്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നോക്കൂ, ഈ മീറ്റ് ദി എഡിറ്റേഴ്സ് കഴിഞ്ഞ 2 വർഷമായി എല്ലാ ദിവസവും കേരളത്തിലെ പ്രേക്ഷക സമൂഹത്തിന് മുമ്പിൽ റിപ്പോർട്ടർ TV അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. 2 വർഷമായി പ്രേക്ഷകർ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു പരിപാടി കൂടിയാണ് മീറ്റ് ദി എഡിറ്റേഴ്സ്. അതുകൊണ്ടാണല്ലോ അതൊരു വെൽ റേറ്റഡ് പ്രോഗ്രാമായിട്ട് നിൽക്കുന്നത്. എന്താണ് ഈ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ദിവസത്തിൽ 1 മണിക്കൂർ ഈ ചാനലിന് നേതൃത്വം കൊടുക്കുന്ന എഡിറ്റോറിയൽ ബോർഡിലെ അംഗങ്ങൾ ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സ്വതന്ത്രമായ നിലപാട് പറയുന്നു എന്നുള്ളതാണ്. ആ വിഷയം ഞങ്ങൾ ഒരുമിച്ചാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് അതിന്മേൽ ഞങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു. ആ അഭിപ്രായങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നൊരു കാര്യമല്ല. എന്നാൽ ഇപ്പോൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് ഞാൻ പറയുന്നൊരു അഭിപ്രായം ഒരു പക്ഷേ CPMൻ്റെ അഭിപ്രായവുമായി യോജിക്കുന്നതായിരിക്കാം. എന്നാൽ നാളെ ഞാനൊരു വിഷയത്തെ സംബന്ധിച്ച് പറയുന്ന അഭിപ്രായം CPMന് എതിരുമാകാം. നമ്മളിവിടെ വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വസ്തുതയുടെ അന്വേഷണമാണ് നടത്തുന്നത്, ഒരു വസ്തുതയെ അനാവരണം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതാണ് ഈ പരിപാടിയുടെ ഒരു ഭംഗിയും ഈ പരിപാടിയുടെ ഒരു ജനാധിപത്യവും. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എന്താ പറയുക പൂർണ്ണ മനസ്സോടുകൂടി ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത് എന്നും ഞങ്ങൾക്കറിയാം. ആ അർത്ഥത്തിൽ ഓരോ ദിവസവും ഓരോ വിഷയത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഓരോരുത്തരും പറയുമ്പോൾ ചില തർക്കങ്ങളും ഉണ്ടാകും. അഭിപ്രായം പറയുന്നിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ചൂടേറിയ തർക്കങ്ങളിലേക്ക് വഴിമാറി എന്നിരിക്കും. അപ്പോഴും അതെല്ലാം തന്നെ ഈ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വസ്തുതാന്വേഷണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയാണ്. അത് ആ 1 മണിക്കൂറിനുള്ളിൽ അവസാനിക്കുന്നതുമാണ്. പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ പറയുന്ന എഡിറ്റോറിയലിൻ്റെ ഈ ചർച്ചയ്ക്ക് ശേഷം നിങ്ങളൊക്കെ തമ്മിൽ സംസാരിക്കാറുണ്ടോ എന്ന്. എങ്ങനെയാണ് അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യം തന്നെയില്ല. കാരണം അത് ഈ പരിപാടി കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ പരിപാടിയിൽ നിന്ന് ആരും പിന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ MV നികേഷ് കുമാർ മാത്രമാണ് ഈ പരിപാടിയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുള്ളത്. അത് അദ്ദേഹം മാധ്യമപ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോയതിൻ്റെ ഭാഗമായിട്ടാണ്. ബാക്കി ഈ പറയുന്ന മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിച്ച ആ ദിവസം മുതൽ ഈ ദിവസം വരെ ഇതിൻ്റെ ഭാഗമായിരുന്ന ആളുകളൊക്കെ ഒറ്റക്കെട്ടായി ഇപ്പോഴും ഈ ചാനലിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഈ പരിപാടിയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വ്യക്തിപരമായ തർക്കങ്ങളല്ല, മറിച്ച് ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനമാണ് നടത്തുന്നത്. ആ അഭിപ്രായ പ്രകടനത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ ജനങ്ങൾ സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിയുടെ സാങ്ക്ടിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് പ്രേക്ഷകരെ നല്ല വിശ്വാസവുമാണ്. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി എന്താണ് റിപ്പോർട്ടർ TVക്കെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, ദിവ്യ എസ് അയ്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടൊരു വിവാദം കേരളത്തിൽ വളരെ ശക്തമായിട്ടുണ്ടായി. ദിവ്യ എസ് അയ്യർ KK രാഗേഷിനെ സംബന്ധിച്ച് എഴുതിയ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ആ തർക്കങ്ങൾ ശക്തമായി നടന്നത്. അത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ തന്നെ വലിയ ഏറ്റുമുട്ടലായിരുന്നു. പൊതുസമൂഹം വലിയ കാര്യമായി ചർച്ച ചെയ്തിരുന്നു. ആ വിഷയം സ്വാഭാവിക
സ്വാഭാവികമായും മീറ്റ് ദി എഡിറ്റേഴ്സിൻ്റെ ടോപ്പിക്കാണ്. മീറ്റ് ദി എഡിറ്റേഴ്സിൻ്റെ ടോപ്പിക്കായി ആ വിഷയം ചർച്ച ചെയ്ത ദിവസം ഓരോരുത്തരും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാട് വ്യക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഡോക്ടർ അരുൺകുമാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ചില അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു തർക്കമുണ്ടായി. അങ്ങനെ തർക്കമുണ്ടായപ്പോൾ ആ തർക്കത്തിൽ ഡോക്ടർ അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ യുവജന സംഘടനയെ ഊത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചു എന്നാണ് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എത്ര മുതിർന്ന മാധ്യമപ്രവർത്തകനായാലും ഇന്ന് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന ജോലിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനോ മാധ്യമപ്രവർത്തകയോ ആയാലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഒരു രാഷ്ട്രീയ നേതാവിനെയോ പൊതുസമൂഹത്തിലെ ആരെയെങ്കിലുമോ ഇരട്ടപ്പേര് വിളിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലില്ല. അത് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി വളരെ കൃത്യമായി സൂക്ഷിച്ചു പോരുന്ന ഒരു കാര്യമാണ്. ഈ പൊതുസമൂഹത്തെ ബഹുമാനിക്കാൻ ബാധ്യസ്ഥമായ ആളുകളാണ് മാധ്യമപ്രവർത്തകർ. അവരേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഇരട്ടപ്പേര് വിളിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് മാന്യരായ പ്രേക്ഷകർക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. മറിച്ച് ചില ചാനൽ ചർച്ചകളിനകത്ത് പുറത്തുനിന്ന് വരുന്ന ആളുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആ രീതിയിൽ സംസാരിച്ചു എന്ന് വരും. അപ്പോഴൊക്കെ തന്നെയും അതിൽ ഇടപെട്ടുകൊണ്ട് അതിനെ നിയന്ത്രിക്കുകയാണ് മാധ്യമപ്രവർത്തകർ ചെയ്യാറുള്ളത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അപഹസിക്കുന്ന രീതിയിൽ ഒരു പേര് വിളിക്കുന്ന രീതി ഒരു ചെറിയ മാധ്യമപ്രവർത്തനം, ഞാൻ ഈ ചെറിയ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും ജൂനിയറായ ഒരു മാധ്യമപ്രവർത്തകന് പോലും അതിനുള്ള സ്വാതന്ത്ര്യം ഒരു മാധ്യമപ്രസ്ഥാനവും അനുവദിക്കുന്നില്ല. ഇപ്പം രാഹുൽ ഗാന്ധിയെ ഒരു പ്രത്യേക പേര് വിളിച്ചൊരു പിന്നെ BJP അപഹസിച്ചിരുന്നില്ലേ? ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ഇന്നുവരെ ആ രീതിയിൽ ഒരു പേര് ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് റിപ്പോർട്ട് നടത്തിയിട്ടുണ്ടോ? മുഖ്യമന്ത്രിയെക്കുറിച്ച്, പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എന്തെല്ലാം പേരുകളാണുള്ളത്? ഞങ്ങളാരും തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കരിയറിൽ ഒരിക്കൽ പോലും ഈ രീതിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ രാഷ്ട്രീയ നേതാവിൻ്റെയോ എന്ന് വേണ്ടെന്നേ പൊതുസമൂഹത്തിൽ ആരുടെയോ ഒരു ഇരട്ട പേര് വിളിച്ച് റിപ്പോർട്ട് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന ഒരു രീതി ഇല്ല. അത് കേരളത്തിലുമില്ല, രാജ്യത്തുമില്ല, ലോകത്തുമില്ല. അങ്ങനെ യൂത്ത് കോൺഗ്രസിനെ ഊത്ത് കോൺഗ്രസ് എന്ന് വിളിക്കുന്ന ഒരാളല്ല ഡോക്ടർ അരുൺകുമാർ എന്ന് മാത്രവുമല്ല, അത്തരത്തിലൊരു സംസ്കാരത്തെ പിൻപറ്റുന്ന ആളുകളല്ല കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകരും. അക്കാര്യത്തിനകത്ത് അരുൺകുമാറിന് എക്സെപ്ഷൻ ഇല്ല, ഉണ്ണി ബാലകൃഷ്ണൻ എക്സെപ്ഷൻ ഇല്ല, ആൻഡോ ഓഗസ്റ്റിനോ സ്മൃതി പരുത്തിക്കാടിനോ സുജയ പാർവതിക്കോ എക്സെപ്ഷൻ ഇല്ല. ഒരു പ്രത്യേക രാഷ്ട്രീയ നേതാവിനെയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഇന്ന പേര് വിളിച്ച് അപഹസിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുന്ന ഒരു എഡിറ്റോറിയൽ ബോർഡ് കേരളത്തിൽ ഒരു മാധ്യമ പ്രസ്ഥാനത്തിലും ഇല്ലാതാനും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് പിന്നെ ഒരു വ്യാജ പ്രചരണം നടത്തുന്നത് എന്നുള്ളതാണ് പ്രശ്നം. നോക്കൂ, ആ ചർച്ചയ്ക്കകത്ത് അരുൺകുമാറും ഞാനുമായി ഉണ്ടാകുന്ന കണ്ടസ്റ്റ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ വാദമുഖമാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ ഉന്നയിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. യൂത്ത് കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസ് എന്ന് അരുൺകുമാർ വിളിച്ചിട്ടില്ലെന്ന് മാത്രവുമല്ല, ആ ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് ഞാനിരിക്കുന്നത്. ഞാൻ തൊട്ടടുത്തിരുന്നാണ് ഇത് കേൾക്കുന്നത് എന്ന് മാത്രവുമല്ല, പബ്ലിക് ഡൊമൈനിൽ ആ വീഡിയോ ഉണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പോയിട്ട് അത് കൃത്യമായി കാണാം. ഞങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടും കൂടിയാണ് ഓരോ ദിവസവും കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആ കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ വീഡിയോ ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ സമ്പൂർണ്ണമായി തന്നെ റിപ്പോർട്ടർ ടിവിയുടെ യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. ആർക്കും പോയി പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ആ പരിശോധനയിൽ ഞങ്ങൾ ആവർത്തിച്ചത് പരിശോധിക്കുകയുണ്ടായി. കാരണം ഞങ്ങൾക്ക് പോലും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പോകുന്ന വിധത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, അവർ ചെറിയ പാർട്ടി പ്രവർത്തകരൊന്നും അല്ല കേട്ടോ, ഈ പാർട്ടിയുടെ രാഷ്ട്രീയ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വരെ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുക, കമന്റുകൾ പറയുക, ഫോൺ വിളിച്ച് ആക്ഷേപിക്കുക, ഇതെല്ലാം കഴിഞ്ഞൊരു 24 മണിക്കൂറായി നമ്മൾ കടന്നു പോകുന്ന ഒരു പ്രശ്നമാണ്. എന്തിനാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തുന്നത്? രാഷ്ട്രീയ യുവജന സംഘടന എന്ന നിലയ്ക്ക് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള സംഭാവനകളെ ബഹുമാനത്തോടുകൂടി കാണുന്ന പ്രസ്ഥാനങ്ങളാണ് എല്ലാ മാധ്യമ പ്രസ്ഥാനങ്ങളും. എന്ന് മാത്രമല്ല, നമ്മൾ പുലരുന്നതും ജീവിക്കുന്നതും ഒക്കെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിലാണ്, ഒരു ജനാധിപത്യ വ്യവസ്ഥയിലാണ്. ആ ജനാധിപത്യ വ്യവസ്ഥയെ നിലനിർത്തുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ബഹുമാനിക്കുന്ന മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത്. അവരെ കളിയാക്കുന്ന ഒരു പ്രവണത നമുക്കില്ല. ഇവിടെ ഇപ്പോൾ അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ കണ്ടസ്റ്റ് ചെയ്തത് എന്താണ് അത് വ്യക്തമാക്കേണ്ടതുണ്ട് സ്മൃതി. കാരണം എന്താ വെച്ചാൽ എൻ്റെ പേരിലാണ് അരുൺകുമാറിനെ ആക്ഷേപിക്കുന്നത്. അത് ശരിയല്ല. അത് ഞാൻ നല്ല ഉത്തരവാദിത്വത്തോടുകൂടിയാണ് 30 വർഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ. ഒട്ടും കുറഞ്ഞ ആളല്ല ഡോക്ടർ അരുൺകുമാറും. അദ്ദേഹത്തിനും കൃത്യമായൊരു മാധ്യമ പ്രവർത്തന പാരമ്പര്യമുണ്ട്. അത് മലയാളികൾക്ക് അറിയാവുന്നതുമാണ്. ഇവിടെ ഇരുന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അതിൻ്റെ ഇരട്ടപ്പേരുകൾ വെച്ച് വിളിച്ച് കളിയാക്കേണ്ട ഒരാവശ്യവും അരുൺകുമാറിനോ ഉണ്ണി ബാലകൃഷ്ണനും ഇല്ല. ഞാൻ പറഞ്ഞു തരാം എന്താ സംഭവിച്ചതെന്ന്. ആ നിമിഷം യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായമാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്. അത് ശരിയാണ്. ഒരു ഹീറ്റഡ് ഡിസ്കഷനിൽ എനിക്കിപ്പോൾ അതിനകത്ത് ഖേദമുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം ഒരു ഹീറ്റഡ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത്, അത് ഞാൻ വീണ്ടും ആ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്, ഞാൻ പറയുന്ന അഭിപ്രായം യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായമാണെന്ന് അരുൺകുമാർ പറഞ്ഞാൽ, അരുൺകുമാർ പറയുന്ന അഭിപ്രായം DYFIയുടെ അഭിപ്രായമാണെന്ന് ഞാനും പറയും. അങ്ങനെ പറഞ്ഞ് ഈ ചർച്ച പോകരുത് എന്നാണ് ഞങ്ങൾ തമ്മിൽ തർക്കിച്ചിട്ടുള്ളത്. അല്ലാതെ യൂത്ത് കോൺഗ്രസിനെ മറ്റൊരു പേരിട്ട് വിളിച്ചു എന്ന അർത്ഥത്തിലേ അല്ല ആ തർക്കം നടന്നിട്ടുള്ളത്. എന്നാൽ മനഃപൂർവ്വമായി ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം
വേണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു രാഷ്ട്രീയ യുവജന പ്രസ്ഥാനം നടത്തുന്നത് ശരിയാണോ? നിങ്ങൾ ആലോചിക്കണം. വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ വ്യക്തമായി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടു എന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷവും എന്ത് സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരൊക്കെ ആ കമൻറ്റുകൾ തുടരുന്നത്, ഇത്തരത്തിലുള്ള കമൻറ്റുകൾ പറയുന്ന ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ മാധ്യമങ്ങളെ വിമർശിച്ചുകൊള്ളൂ. മാധ്യമങ്ങളെ വിമർശിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിമർശിക്കാൻ മാധ്യമങ്ങൾക്കും അവകാശമുണ്ട്. ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്. ആരോഗ്യകരമായ അത്തരം വിമർശനങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സഹായിക്കുക. ആ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി വേണം ഇരുകൂട്ടരും പെരുമാറാൻ. ഈ റിപ്പോർട്ടർ TV ആ ഉത്തരവാദിത്ത ബോധം കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഒരു രാഷ്ട്രീയ നേതാവിനെയും അപഹസിക്കും വിധത്തിൽ ഒരു പേര് വിളിക്കുകയോ ഏതെങ്കിലും തരത്തിൽ കളിയാക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് നിലപാട് പറയും. നിലപാട് പറയുക എന്നുള്ളത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്, മാധ്യമ സ്ഥാപനങ്ങളുടെ ആവശ്യമാണ്. മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ജനങ്ങൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു പ്രസ്ഥാനത്തിനും ഭൂഷണമല്ല. ഇക്കാര്യത്തിലൊരു പുനർചിന്തനം നിശ്ചയമായും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ യുവജന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് യൂത്ത് കോൺഗ്രസ് കാണിക്കണം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു വ്യാജമായ വീഡിയോയുടെ പിന്നാലെയാണ് നിങ്ങളുള്ളത്. അത് പ്രചരിപ്പിക്കുന്നവർക്ക് അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ടാകും. ഒരു പക്ഷേ ഒരു മാധ്യമത്തെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും തമ്മിൽ അടുപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യം പോലും ഇതിന് പിന്നിലുണ്ടാകാം. നിങ്ങളതിന് വഴിപ്പെടരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം വ്യക്തതയോടുകൂടി വിശദീകരിച്ചത്. ഉറപ്പായിട്ടും ഇതിൽ ഡോക്ടർ അരുൺ ആണ് ഇതിൽ ഇനി കാര്യങ്ങൾ പറയേണ്ടത്. കാരണം ഡോക്ടർ അരുണിനെയാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നത്. ഡോക്ടർ അരുണിനെതിരെയാണ് വ്യാജ പ്രചാരണം നടക്കുന്നത്. നമ്മൾ ഈ ചർച്ചയുടെ ഈ പരിപാടിയുടെ തന്നെ സ്വഭാവം എന്നുള്ളത് നമുക്ക് രാഷ്ട്രീയമായി നമുക്ക് തോന്നുന്ന ബോധ്യം അത് തുറന്നു പറയാവുന്ന ഒരു ചർച്ച എന്ന നിലയ്ക്കാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് മറ്റ് പരിപാടികളിൽ നിന്നും മറ്റ് ചാനലുകളിലെ മറ്റ് പരിപാടികളിൽ നിന്നൊക്കെ വിഭിന്നമായി നിൽക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയമായി നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും രോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രതികരിക്കാറുണ്ട്. അപ്പോഴും ഒരു മോശം വാക്ക് ഒരാളിൽ നിന്ന് പോലും മോശം വാക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനയെ മോശം പേരിൽ വിളിച്ചു എന്ന് പറയുന്നത്, അതായത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്പരം ഉപയോഗിക്കുന്ന മോശം വാക്ക് അത് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു അപമാനകരമായ കാര്യമാണ്. ഡോക്ടർ അരുൺ ഇതിൽ മറുപടി നൽകാം. സ്മൃതി, ഞാൻ അധികം മറുപടി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഉണ്ണി ബാലകൃഷ്ണൻ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഉണ്ണി ബാലകൃഷ്ണൻ്റെ പേരിലാണ് ഇവർ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ക്യാമ്പയിൻ തുടങ്ങിയത്. അത് ഉണ്ണി ബാലകൃഷ്ണൻ വിശദീകരിച്ചതോടുകൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും യൂത്ത് കോൺഗ്രസിലെ നേതാക്കൾക്കും ഇത് ബോധ്യമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ബോധ്യമായ ഒട്ടേറെ നേതാക്കൾ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിലുണ്ട് എന്നതാണ് എനിക്കേറെ സന്തോഷകരമായ കാര്യം. ഇന്ന് രാവിലെ ഈ പ്രതിഷേധം അറിയിക്കാനെത്തിയ മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മുതൽ ഒരുപാട് നേതാക്കൾ നമ്മൾ വിളിക്കുകയും സംസാരിക്കുകയും ആ തെറ്റിദ്ധാരണ അത് അവർക്കുണ്ടായി, എങ്ങനെയാണ് ആ തെറ്റിദ്ധാരണ ഉണ്ടായതെന്ന് ചോദിക്കുകയും ഞാൻ വളരെ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അവരിൽ ഭൂരിഭാഗം ആളുകൾക്കും കാര്യങ്ങൾ വ്യക്തമായിരിക്കെ ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഇപ്പോഴും ഒരു സൈബർ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം പ്രചരണം നടത്തുന്നത്. അവർക്ക് മറുപടി കൊടുക്കാനുള്ള സമയം റിപ്പോർട്ടർ ചാനലിനോ അരുൺകുമാർ എന്ന ഈ ചാനലിൻ്റെ എഡിറ്റർ ഇൻചാർജ് ആയിരിക്കുന്ന എനിക്കോ ഇപ്പോഴില്ല. പക്ഷേ നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, ഇത് ഈ ചാനലിനെ അല്ല യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ വിമർശിക്കാൻ ശ്രമിച്ചത്. യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗമെന്ന് ഞാൻ പറയൂ, കാരണം വളരെ ന്യൂനപക്ഷമായ വളരെ സ്ഥാപിതമായ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ എങ്ങനെ ഓജസ്സുള്ള ആർജവമുള്ള ആരോഗ്യമുള്ള ഒരു യുവജന പ്രസ്ഥാനമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതിനു പകരം കേവലം വ്യക്തിവിരോധങ്ങളിലേക്ക്, ഈഗോകളിലേക്ക്, വ്യക്തി സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് ആ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്ന വളരെ ചുരുക്കം ചില ആളുകൾ, അവർക്കാകട്ടെ ചില സൈബർ ബന്ധങ്ങൾ ആവശ്യമാണ്, സൈബർ കൊട്ടേഷനുകൾ ആവശ്യമാണ്. ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ വെല്ലുവിളിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ TV എന്ന ഈ മാധ്യമത്തിലൂടെ, മീറ്റ് ദ എഡിറ്റർ എന്ന ഈ പരിപാടിയിലൂടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കണ്ട് അഭിപ്രായം രൂപീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ബുദ്ധിയാണ്. അത് യഥാർത്ഥത്തിൽ എനിക്ക് വളരെ വിഷമമുള്ളൊരു കാര്യം, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് എത്ര വർഷം പഴക്കമുണ്ട്. പ്രിയരഞ്ജൻ ദാസ് മുൻഷി അതിൻ്റെ ആദ്യത്തെ തലപ്പത്ത് വരുന്നത് മുതൽ ദേശീയതലം മുതൽ ഇങ്ങോട്ട് എത്രയെത്ര പരിപാടികളിലാണ് യൂത്ത് കോൺഗ്രസ് ഇടപെട്ടിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി അതിനൊരു കേഡർ സംവിധാനത്തിലേക്ക് മാറ്റാനൊക്കെ ശ്രമിച്ചുവെന്ന് നമുക്കറിയാം. അടിയന്തരാവസ്ഥ കാലത്ത് എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ശക്തി പ്രാപിക്കുന്നത്, അതിനുശേഷം എങ്ങനെയാണ് ശക്തി പ്രാപിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊക്കെ ആർജവമുള്ള ഓജസ്സുള്ള ഒരു സംഘടനയായിട്ട് വളരേണ്ട ഒരു സംഘടന എങ്ങനെയാണ് ഒരു മാധ്യമ സ്ഥാപനത്തോട് ഗുസ്തി പിടിക്കാൻ ഇറങ്ങുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അവിടെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ചൊരു ആശയം ഡോണ്ട് സ്പെയർ മീ എന്നുള്ളതാണ്. മാധ്യമങ്ങളോട് ഗുസ്തി പിടിക്കാനല്ല അദ്ദേഹം പോയത്, എന്നെ ഒഴിവാക്കുന്ന മാധ്യമങ്ങളോട് ഗുസ്തി പിടിക്കാനാണ് അദ്ദേഹം പോയത്. അദ്ദേഹം പറഞ്ഞു, എന്നെ ഒഴിവാക്കരുത്, എന്നെ വിമർശിക്കണം. കാരണം ഈ അധികാര സ്ഥാനത്തേക്കൊക്കെ വരുന്ന സമയത്ത്
ഞാനാണ് മേലധികാരി എന്നൊരു തോന്നലുണ്ടാവുമ്പോൾ മാധ്യമങ്ങൾ ഇടപെട്ട് വിമർശിക്കണമെന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു പേരിൽ തന്നെ അദ്ദേഹം ലേഖനങ്ങൾ എഴുതുമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളത്. അവരുടെയൊക്കെ പാരമ്പര്യം പിന്തുടരുന്ന ആളുകളിൽ ചില ആളുകൾ, വളരെ ന്യൂനപക്ഷം ആളുകൾ, ആ സംഘടനയ്ക്ക് പേരുദോഷം കൽപ്പിക്കുന്ന രീതിയിൽ, പ്രേക്ഷകരുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വ്യാജ വാർത്തകൾക്ക് പിന്നാലെ പോകുന്നത് എന്നെ വളരെയധികം നിരാശപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായ ഒരു അറ്റാക്ക് എന്നെ തെല്ലും അലട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, അതൊന്നും നമ്മളെ ആരും തന്നെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ എന്നെയോ സ്മൃതിയെയോ എത്രയെത്ര സൈബർ ആക്രമണങ്ങൾക്കാണ് ഞാൻ വിധേയമാവുന്നതിൻ്റെ ഇരട്ടി സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന സ്മൃതി പരുത്തിക്കാട്, സുജയ പാർവതി, അതേപോലെ പല വിഷയങ്ങളിലും കോൺടെക്സ്റ്റിലായി ഉണ്ണി ബാലകൃഷ്ണൻ, ഇതൊക്കെ ഓരോ മനുഷ്യരുടെ അപ്പോൾ തോന്നുന്ന വൈകാരികമായിട്ടുള്ള വിക്ഷോഭമായിട്ട് മനസ്സിലാക്കുന്നു. അതിനൊന്നും മുതിർന്ന ഏതെങ്കിലും നേതാക്കൾ തലവെച്ച് കൊടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ മുതിർന്ന ചില നേതാക്കൾ കൂടി അതിന് തലവെച്ചു കൊടുത്തു എന്നതാണ് ഇത്രമേൽ ഇവരെ വളരെ എളുപ്പത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഭയക്കുന്നത്. നാളെ അധികാരം മാറി വരുന്ന സാഹചര്യങ്ങളിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടവരാണ് ഇന്ന് യുവജന പ്രസ്ഥാനങ്ങളിലും അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടി നേതാക്കൾ എന്നുള്ളതും അവർ മറന്നു പോകരുത്. ഒറ്റക്കാര്യം മാത്രമേ എനിക്ക് ഇത്തരക്കാരോട് ഓർമ്മിപ്പിക്കാനുള്ളൂ. നിങ്ങളൊരു ചാനലിനെതിരെയല്ല യുദ്ധം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പ്രഖ്യാപിക്കുന്നത്, അത് ഈ ചാനലിലൂടെ ഈ നമ്മളെല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളെല്ലാവരെയും വളരെ വ്യക്തമായി വിലയിരുത്തുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. ഞാനിന്നത്തെ പൊതുവേദിയിൽ ഒരു പ്രേക്ഷകൻ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ അവതാരകൻ എന്നോട് പറഞ്ഞു, പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു അവതാരകൻ അല്ല, ഞാൻ പറയുന്ന അഭിപ്രായങ്ങളെ പുറത്ത് എന്നെ ഇഷ്ടപ്പെടാത്ത 100ഓളം ആൾക്കാർ എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ അവർ എന്നോട് യോജിക്കുന്ന ചില സന്ദർഭങ്ങളെങ്കിലും ഉണ്ടാവും. ഞാൻ അവരുടെ ആ മനസാക്ഷിയാണ് ഞാൻ ആദരിക്കുന്നത്. അതല്ലാതെ ശാശ്വതമായ ഒരു ശത്രു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ആശയങ്ങളോടാണ് നമ്മൾ എപ്പോഴും പടവെട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വ്യക്തികളോട് ആരോടും ഒരു പ്രത്യേക വിരോധവുമില്ല. പക്ഷേ റിപ്പോർട്ടർ ചാനലിനോട് യുദ്ധം ചെയ്തു എന്നൊരു പ്രതീകവും ഒരു പ്രതീതിയും എനിക്കില്ല. ഇനിയിപ്പോൾ ആന്റോ അഗസ്റ്റിൻ ഇതെല്ലാം ചൂണ്ടിക്കാട്ടി വളരെ വ്യക്തമായ നിയമ നടപടിക്ക് പോയിട്ടുണ്ട്. DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ശരി, ശ്രീ ആന്റോ അഗസ്റ്റിൻ, നമ്മളിപ്പോൾ പരാതി നൽകിയിരിക്കുകയാണല്ലോ. ഇത് ഒരു ഗുരുതരമായ വിഷയമാണ്. കാരണം നമ്മൾ പറയുന്ന വാചകങ്ങളെ എങ്ങനെ വേണമെങ്കിലും ട്വിസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കാം എന്നുള്ളതൊരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. ഇനിയും അതിന് സാധ്യതയുണ്ട് എന്നൊരു ആശങ്ക കൂടി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പരാതി നൽകിയിരിക്കുന്നു. പരാതി നൽകുന്ന അപ്പുറം നമുക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയോട്, ഈ സംഘടനകളോട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടല്ലോ. അതിൽ താങ്കൾക്ക് പറയാനുള്ളത്? സ്മൃതി, കേരളത്തിലെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ സമര സംഘടനയായ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലെയൊരു നടപടി ഒരിക്കലും സ്വീകരിക്കുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ആ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങുന്നത്. എന്താണ്, നമ്മുടെ മിനിങ്ങാന്നത്തെ മീറ്റ് ദ എഡിറ്റേഴ്സിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ചർച്ചയിൽ യൂത്ത് കോൺഗ്രസ് എന്ന് ഡോക്ടർ അരുൺകുമാർ വിളിച്ചു എന്നാണ് പറയുന്നത്. അത് തന്നെ വാസ്തവവിരുദ്ധമാണ്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. കാരണം അവിടെ 9ഓളം പ്രാവശ്യം അവിടെ അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നുണ്ട്. ഈ 9 പ്രാവശ്യം പറയുന്ന ഒരു ഇൻറ്റൻഷനോടുകൂടി പറയുകയാണെങ്കിൽ 2, 3, 4 പ്രാവശ്യം അങ്ങനെ പറയാലോ. 9 പ്രാവശ്യം ഇവർ പറയുന്നതിന് മുൻപ് ശേഷവും എല്ലാം യൂത്ത് കോൺഗ്രസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അവിടെ ചെറിയൊരു എഡിറ്റിംഗ് നടത്തി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായി നിരവധി ഷെയറുകളും ലൈക്കുകളും വരും. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇദ്ദേഹത്തിന് മുൻപ് നമ്മുടെ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ റിപ്പോർട്ടർ TV ഓൾറെഡി പരാതി കൊടുക്കുകയും FIR ഇടുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ പറയുന്ന സൈബർ നേതാവെന്ന് അദ്ദേഹം പറയുന്ന ആൾക്കെതിരെ നമ്മൾ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ പരാതിയുടെ ഭാഗത്തിൽ FIR ഇട്ട് കേസന്വേഷണം നടക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 2, 3 FIR എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ഓൾറെഡി ഉണ്ട്. അദ്ദേഹത്തിന് റിപ്പോർട്ടർ TVയോട് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റിപ്പോർട്ടർ TVയുടെ ഒരു ഫൈറ്റ് നടത്താം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ അതുപോലെയല്ലോ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ന് ഈ പ്രൊട്ടസ്റ്റിൻ്റെ അവരുടെ ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് നമ്മുടെ കളമശ്ശേരിയിലെ സ്റ്റുഡിയോയിലേക്ക് അവരൊരു യൂത്ത് കോൺഗ്രസിൻ്റെ കളമശ്ശേരി യൂണിറ്റ് ആണെന്ന് തോന്നുന്നു ഒരു ജാഥ നടത്തുകയുണ്ടായി. ആ ജാഥ നടത്തി കഴിഞ്ഞപ്പോൾ ആ ജാഥ നടത്തുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സൈബർ നേതാവ് ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള അബിൻ വർക്കി അവരെ വിളിച്ചിട്ട് ഈ റിപ്പോർട്ടർ TVയുടെ സ്റ്റുഡിയോ കോംപ്ലക്സിലേക്ക് സമരം
നടത്തരുത് എന്ന് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവല്ല, എന്താണ് അദ്ദേഹത്തെ അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് അബിൻ വർക്കീനെ കുറിച്ച് നിങ്ങളെ റോട്ടിൽ കണ്ടുകൊള്ളാം എന്നൊക്കെയുള്ള പ്രസ്ഥാനത്തെ അപമാനിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല, മാത്രമല്ല ഒറ്റുകാരനായി കൂടെ നിന്നാൽ സംഘടനയ്ക്കെതിരെ നിന്നാൽ ശക്തമായി പ്രതികരിക്കും എന്നൊക്കെ പറയുന്നത് ഒരു സൈബർ നേതാവാണ്. ആ സൈബർ നേതാവ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ പറയുകയാണ്. ആ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ പറയാൻ തൻ്റെ ഇടമുള്ള ഒരു സൈബർ ഒരു പോരാളി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സൈബർ പോരാളി എന്ന് പറയുന്ന ആളുടെ വാക്കും കേട്ടിട്ട് കേരളത്തിലെ സൈബർ കേരളത്തിലെ യുവാക്കളുടെ ഒരു പ്രസ്ഥാനം ഇറങ്ങി തിരിച്ചു എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും ഈ പറയുന്ന രീതിയിലേക്ക് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എന്താണ്, ഞാൻ ഇന്നലെയും ഇന്നുമായി നിരവധി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും നേരിട്ടും അല്ലാതെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഫോണിൽ കൂടെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ പുറകെ നേതാക്കന്മാർ പോകുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകില്ല. കാരണം എന്താണ്, ഈ പറയുന്ന ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ എന്താണ് സമര സംഘടനയാണ് സത്യം പറയേണ്ടത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. അവർ ഈ പറയുന്ന ഭരണ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഭരണകക്ഷിക്കെതിരെ ശക്തമായ സമരം നടത്തുകയും അത് വിജയിപ്പിച്ചെടുക്കേണ്ടയും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് എത്ര രീതിയിൽ വിജയിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ചാനലിൻ്റെ ഒരു വാക്കിൽ വരുന്ന അല്ലെങ്കിൽ ഒരു അവതാരകൻ പറയുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ പിടിച്ച് ഇതാണ് ഒരു ചാനലിൻ്റെ നിലപാട് എന്ന് പറഞ്ഞു പോകുന്ന ശൈലിയിലേക്ക് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന മാറി എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായുള്ള കാര്യമാണ്. കാരണം അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവില്ല എന്ന് എനിക്ക് 100% അറിയാം. കാരണം അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും ഒരിക്കലും ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട സംഘടനയ്ക്കെതിരെ ശക്തമായി ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുക, ഒരു ഇരട്ട പേര് ഉപയോഗിക്കുക എന്നൊന്നും ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. കേരളത്തിലെ റിപ്പോർട്ടർ ടിവിയുടെ എഡിറ്റോറിയൽ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ നിലപാട് സ്വീകരിച്ച് പോകുന്ന ഒരു എഡിറ്റോറിയൽ ബോർഡാണ് റിപ്പോർട്ടർ ടിവിയുടെ. കാരണം റിപ്പോർട്ടർ ടി വി തുടങ്ങിയ കാലം തുടങ്ങി ആരെല്ലാമാണോ ആ എഡിറ്റോറിയൽ ബോർഡിലുള്ളത്, അതിൽ എം വി നികേഷ് കുമാർ ഒഴിച്ച് ബാക്കി എല്ലാവരും എഡിറ്റോറിയൽ ബോർഡിലുണ്ട്. അവരെല്ലാവരും ശക്തമായ തീരുമാനം എടുക്കുന്നത് കൂടിയാലോചിച്ചതിന് ശേഷമാണ്. കൂടിയാലോചന എന്ന് പറയുന്നത് അവരവരുടെ അഭിപ്രായം, അവരവരുടെ നിലപാടുകൾ, അവരവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഒന്നും എവിടെയും മൂടി വെക്കാൻ റിപ്പോർട്ടർ ടി വി ഇന്നുവരെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ എഡിറ്റോറിയൽ ബോർഡിൻ്റെ ഭാഗത്തുനിന്നോ നിന്നിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് പറയാം. ശക്തമായ രീതിയിൽ പ്രതികരിക്കാനുള്ള ഒരു വേദിയായി റിപ്പോർട്ടർ ടി വി എന്നും അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ 1ാം സ്ഥാനം അലങ്കരിക്കാൻ റിപ്പോർട്ടർ ടി വിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഞാൻ റിപ്പോർട്ടർ ടി വി റീവാമ്പ് ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായിരുന്നത് 9ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടെലിവിഷൻ ചാനൽ മാർക്ക് റേറ്റിംഗിൽ 1ാം സ്ഥാനത്തെത്തുന്നത്. ഇത്രയും കുറഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ ഒരു ചാനലിലും അങ്ങനെ എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്, അത്രയധികം ജനസ്വീകാര്യതയുള്ള ഒരു ചാനലായി റിപ്പോർട്ടർ ടി വി മാറി എന്നുള്ളത് കൊണ്ടാണ്. അതിന് കാരണം എന്താണ്, കേരളത്തിലെ ജനങ്ങൾ റിപ്പോർട്ടർ ടി വി ഏറ്റെടുത്തത് കൊണ്ടാണ്. അതുപോലെയുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ സ്പേസിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ ചുരുങ്ങിയ ആൾക്കാർ വിരിക്കുന്ന വലയിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോയി വീഴുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം നോക്കുകയായിരുന്നു. കാരണം എന്താ അറിയോ, 39ാമത്തെ വയസ്സിൽ AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത് യൂത്ത് കോൺഗ്രസിൽ കൂടിയാണ്. യൂത്ത് കോൺഗ്രസിലൂടെ ശക്തമായ സമരം നടത്തി, വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തി, അതിനുശേഷമാണ് AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. വയലാർ രവി, അതുപോലെ KC വേണുഗോപാൽ, കേരളത്തിലെ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ എത്രയോ നേതാക്കന്മാർ, നിരവധി നേതാക്കന്മാർ, അവരൊക്കെ എങ്ങനെയാണ് വലിയ രീതിയിൽ സമരം നടത്തിയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇതുപോലെ ഇപ്പോൾ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ആ കഴിയുന്നില്ലാത്തതിനെ ഒരു വാക്കിൽ പിടിച്ച് വാർത്തകൾ ഉണ്ടാക്കി അതിൻ്റെ കീഴിൽ പെരുപ്പിച്ച് കയറുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഈ പാലക്കാട് ഇന്നത്തെ സമരം നടത്തുമ്പോഴൊക്കെ പാലക്കാട് വിഷയവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. പാലക്കാട് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ റിപ്പോർട്ടർ ടി വി ഇറങ്ങി തിരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണോ വസ്തുത അത് ഇനിയും പറയും. ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസ് അല്ല, DYFI അല്ല, കേരളത്തിലെ ഏത് പ്രസ്ഥാനമാണോ നമ്മൾക്കെതിരെ നിൽക്കുന്നത് പ്രസ്ഥാനം നോക്കിയിട്ടല്ല, നിലപാട് പറയുക എന്നുള്ളത് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. ആ നിലപാട് പറയുക. നമ്മുടെ ടാഗ്ലൈൻ തന്നെ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ആണ്, ഫാക്ട് മാറ്റേഴ്സ് എന്നാണ്. ഫൈറ്റ് ഫോർ ജസ്റ്റിസ്, ഫാക്ട് മാറ്റേഴ്സ് എന്നൊക്കെ പറയുന്നതിന് കാരണം എന്താണ്, നീതിക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ടാണ് റിപ്പോർട്ടർ ടി വി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും. ഞാൻ പറയുന്നത് അധികാരം കിട്ടുന്നതിന് മുൻപ് കേരളത്തിലെ ഒരു പ്രതിപക്ഷ യുവജന സംഘടന ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ അധികാരം കിട്ടിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു മീഡിയ സ്ഥാപനത്തിൻ്റെ ഓഫീസിലേക്ക് പ്രൊട്ടക്സ്റ്റ് നടത്താണ്. എന്ത് പേരിലാണ്? ഒരു വാക്കുണ്ടായി, ഇല്ലാത്ത വാക്ക് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ്.
അപ്പം ദയവ് ചെയ്തിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനകത്ത് ഇടപെടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇത് ഇടപെടണം. ഇതിൻ്റെ എന്ത് വസ്തുതയാണ് ഇവർക്ക് മനസ്സിലാക്കേണ്ടത്? യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ ഈ പറയുന്ന ഡോക്ടർ അരുൺകുമാർ വിളിച്ചു എന്ന് തെളിയിക്കാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി നമ്മളിവിടെ അവസാനിപ്പിക്കും. കാരണം ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത്. കാരണം അരുൺകുമാർ ഡിസ്കസ് ചെയ്യും, ഉണ്ണി ബാലകൃഷ്ണൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തൊട്ടടുത്തിരുന്ന് കേട്ടയാളാണ് ഞാനും, സ്മൃതി പരുത്തിക്കാടും അതുപോലെ തന്നെ സുജിയ പാർവതിയൊക്കെ. ഞങ്ങൾക്കത് കറക്റ്റായിട്ട് ഏറ്റവും അടുത്തിരുന്ന ആൾ ഞാനാണ്. എനിക്കത് കറക്റ്റായിട്ട് അറിയാം എന്താണ് അന്നേരം ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത് എന്നുള്ളത് എനിക്ക് 100% അറിയാം. അപ്പോൾ അതിന് 9ഓളം പ്രാവശ്യം ഓൾറെഡി അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു സംവിധാനം ഒരു സൈബർ നേതാവ് അല്ലെങ്കിൽ സൈബർ ഗുണ്ട എഴുതി വെച്ച ഭാഗം എടുത്തിട്ട് ടെലികാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. ശക്തമായ നിയമ നടപടിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നീക്കിയിട്ടുണ്ട്. നമ്മൾ DGPക്കും ചീഫ് മിനിസ്റ്റർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നടപ്പിലാക്കും. ഇതുപോലെയുള്ള സൈബർ ഗുണ്ടകളുടെ വേട്ടയ്ക്ക് മുമ്പിൽ നിന്ന് കൊടുത്ത് പേടിച്ചോടുന്ന ഒരു പ്രസ്ഥാനമായി അല്ലെങ്കിൽ ഒരു ചാനലായി കേരളത്തിൽ റിപ്പോർട്ടർ TV ഉണ്ടാവില്ല. ശക്തമായി പ്രതികരിക്കാൻ ആർജവമുള്ള മാധ്യമപ്രവർത്തകരാണ് കേരളത്തിലെ എല്ലാവരും എന്നുള്ളതാണ്. അപ്പം ഇവരെ ഈ സൈബർ നേതാക്കന്മാരെ നിലയ്ക്ക് നിർത്തേണ്ട ഉത്തരവാദിത്വം കൂടെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മൾ നിയമവഴിയിലൂടെയും പോകുന്നു. അതുകൂടാതെ നമ്മൾ ഇതിൽ പറയുന്ന പ്രതികരണങ്ങൾ അത് ഈ യൂത്ത് കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല കോൺഗ്രസ് നേതൃത്വവും മനസ്സിരുത്തി കേൾക്കേണ്ടതാണ് എന്നൊരു കാര്യമാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഈ സൈബർ ഇടത്തിലെ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു ഭാഷാ ദാരിദ്ര്യം നമ്മളെ സംബന്ധിച്ചില്ല. ആ ഒരു ഭാഷാ ദാരിദ്ര്യമില്ല. കാരണം സൈബർ ഇടത്തിൽ ഉപയോഗിക്കുന്ന നമ്മൾ മാധ്യമപ്രവർത്തകരെ തന്നെ അപമാനിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇരട്ടപ്പേരുണ്ടല്ലോ, അതൊക്കെ യഥേഷ്ടം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ചർച്ചകളിൽ വന്ന് നമ്മളോട് പറയുന്നവരുണ്ട്. എപ്പോഴും നമ്മളെ അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യുന്നവരുണ്ട്. ഞാനൊന്നും ഒരിക്കൽ പോലും ആ വാക്ക് അറിയാതെ പോലും ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അത് നമ്മൾക്കെതിരെ ആയതുകൊണ്ടല്ല, അങ്ങനെ ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതിൻ്റെതായ ഒരു സംസ്കാരം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. ഇവിടെ രോഷപ്രകടനം, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം എല്ലാം ഉണ്ടാകാറുണ്ട്. രാഷ്ട്രീയ നിലപാടുകൾ മുൻനിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കം അങ്ങേയറ്റം വലിയ വാഗ്വാദത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ മോശം വാക്ക് അത് വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം. ഇത് ഈ സൈബർ ഇടത്തിൽ ഒരു മേധാവിത്വം സ്വീകരിച്ചുകൊണ്ട് ഒരു സംഘം അങ്ങ് പ്രവർത്തിക്കുകയാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവർ വിശദമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മളിപ്പോൾ പറയുന്നത് എന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ ഞാൻ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ പറഞ്ഞു വരുമ്പോൾ അവർക്കും അത് ബോധ്യമാകുന്നുണ്ട്. ഈ തരത്തിൽ ഓഫീസിലേക്ക് ഇങ്ങനെ ഒരു പ്രകടനം നടത്തരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് വരെ നേതാക്കൾ പറയുകയാണ്. അതിനുശേഷം ഈ പ്രകടനം നടക്കുന്നു. ഈ പ്രകടനത്തിന് ശേഷം ഇതേ നേതാക്കൾ വീണ്ടും ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെട്ട നേതാക്കൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിൽ സൈബർ ഇടത്തിൽ ഇവരുടെ പോരാളികളാണ് എന്ന് അഭിനയിച്ചു നിൽക്കുന്ന ഈ തീവ്ര നിലപാടുള്ള ഈ വ്യക്തികൾ അവരുടെ ചൊൽപ്പടിക്കാണോ ഈ നേതാക്കൾ, അതോ അവരെ ഭയക്കുന്നു? അവരാണ് നിങ്ങൾക്ക് ഈ ജനപിന്തുണ നേടിത്തരുന്നത് എന്നൊരു തെറ്റായ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ മാറ്റുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നയിക്കുന്ന സമരങ്ങൾ, നിങ്ങൾ നടത്തുന്ന സമരങ്ങൾ അതൊക്കെ വളരെ നന്നായി തന്നെ നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹെഡ്ഗേവാറുമായി ബന്ധപ്പെട്ട് പാലക്കാട് നടക്കുന്ന സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്ത സമരമാണ്. ശക്തമായ സമരത്തിൽ നിങ്ങളുടെ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളൊക്കെ അതേപടി കൊടുക്കുകയും അതിലൊരു നിലപാടെടുത്ത് ഞങ്ങളും ആ നിലപാടെടുത്ത് സംസാരിച്ചിട്ടും ഒക്കെ ഉള്ളതാണ്. ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതിപക്ഷത്താണല്ലോ, പ്രതിപക്ഷത്തെ യുവജന സംഘടനയാവുമ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നടപടികളും നിലപാടുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള വിമർശനങ്ങൾ, സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ സൈബർ ഇടത്തിൽ ഈ പോരാളികൾ എന്ന് പറയുന്ന ആളുകൾ ഈ വിഷയങ്ങൾ എത്രത്തോളം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്? അതായത് നിങ്ങൾ എടുക്കുന്ന സമര വിഷയങ്ങൾ എത്രത്തോളം അഡ്രസ്സ് ചെയ്ത് ഇവർ സൈബർ ഇടത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കുക. അവരതല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് നിങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എതിരഭിപ്രായമുള്ള മാധ്യമപ്രവർത്തകർ നടത്തുന്ന ചർച്ചകൾ, അതിലെ ചില ഭാഗങ്ങളെടുത്ത് മാധ്യമപ്രവർത്തകരെ അപമാനിക്കാൻ മുൻകൈയെടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്കെതിരെ ആക്രമണം നടത്തുക. അതിലൂടെ നിങ്ങൾക്ക് അതിൽ ഒരു ഗുണമുണ്ടാകുമെന്നുള്ള പ്രതീതി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതല്ല. നിങ്ങളെ പാലക്കാട് ജയിപ്പിച്ചതും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെ നിങ്ങളെ ആളുകൾക്കിടയിൽ സ്വീകാര്യനാക്കിയതും ഈ പറയുന്ന ചെറിയ സംഘമല്ല എന്ന ഒരു കണ്ണ് തുറക്കൽ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകണം. നിങ്ങൾ വളരെ ദുർബലരായി
ബലഹീനരായി ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ളത് ദുഃഖം തോന്നുന്ന കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യത്തിലാണ് നിങ്ങൾ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടും കേൾക്കാതെയാണ് ഒരു സംഘം ഇവിടെ വന്ന് ഞങ്ങളുടെ ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത്. അപ്പോൾ ഈ പറയുന്ന നിയമമാർഗം ഞങ്ങൾ സ്വീകരിക്കും, പക്ഷേ ഈ കാര്യം നിങ്ങൾ മനസ്സിരുത്തി പരിശോധിക്കേണ്ടതാണ്. ഇതൊരു രാഷ്ട്രീയ യുവജന സംഘടന, ഒരു സംഘടനയ്ക്ക് മാത്രം മനസ്സിലാക്കേണ്ട കാര്യമല്ല, ഈ തരത്തിൽ പ്രവർത്തിക്കുന്ന ആരുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാധ്യമപ്രവർത്തനത്തെ തടയാൻ, മാധ്യമപ്രവർത്തകരുടെ വായിൽ കയറി പറയാത്ത വാക്കുകൾ നിങ്ങളത് പറഞ്ഞു എന്ന രൂപത്തിൽ അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആര് ശ്രമിച്ചാലും അതിനെ ഞങ്ങൾ ശക്തിയുക്തം എതിർക്കും. ഞങ്ങൾക്ക് പറയുന്നത് തുടരുകയും ചെയ്യുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. നമുക്ക് ഈ വിഷയത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണല്ലോ. ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഈ വിഷയം ചർച്ച ചെയ്തത് യൂത്ത് കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ചെയ്ത കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. അത് നിങ്ങൾ ബോധ്യപ്പെടുകയോ ബോധ്യപ്പെടാതിരിക്കുകയോ ഒക്കെ നിങ്ങളുടെ മാത്രം വിഷയമാണ്. മറിച്ച് ഒരു മാധ്യമ പ്രസ്ഥാനത്തിന് ആ മാധ്യമ പ്രസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തോടും അതിൻ്റെ പ്രേക്ഷകരോടും ഉത്തരവാദിത്തമുണ്ട്. ആ പ്രേക്ഷകർ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണയിൽ പെട്ടുപോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം ഞങ്ങൾ ചെലവഴിച്ചത്. അല്ലാതെ യൂത്ത് കോൺഗ്രസിനെ ശരിയായ വഴിക്ക് നയിക്കുക എന്നുള്ളതൊന്നും റിപ്പോർട്ടർ ടിവിയുടെയോ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രസ്ഥാനത്തിൻ്റെയോ ചുമതലയായി കാണുന്നില്ല. അവരുടെ രാഷ്ട്രീയവുമായും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായും അവരുടെ ധാരണകളുമായും തെറ്റിദ്ധാരണകളുമായും മുന്നോട്ട് പോയിക്കൊള്ളട്ടെ. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ ഏതെങ്കിലും പൊതുസമൂഹത്തിലുള്ള വ്യക്തികളെയോ അപഹസിച്ചുകൊണ്ടോ പരിഹസിച്ചുകൊണ്ടോ ഇരട്ടപ്പേര് വിളിച്ചുകൊണ്ടോ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളല്ല കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനും മാധ്യമ പ്രവർത്തകയും എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സമയം നമ്മൾ അരമണിക്കൂർ ചെലവഴിച്ചത്. ശ്രീ ആന്റോ അഗസ്റ്റിൻ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ എന്ന് ഒരു കാര്യം പറയാം സ്മൃതി, പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്താണെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിനെതിരാണ് റിപ്പോർട്ടർ ടി വി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു സംഘം കുറച്ച് നാളുകളായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അത് പറയുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ, കഴിഞ്ഞ 2024 പിന്നെ ലോക്സഭാ ഇലക്ഷൻ്റെ സമയം 123 ദിവസമാണ് ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസ് പാർട്ടിക്കും വേണ്ടി മീറ്റ് എഡിറ്റേഴ്സ് ചർച്ച ചെയ്യുന്നുള്ളത്. ഈ കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കണം. കേരളത്തിലെ ഒരു ചാനലുകളും, ഇന്ത്യയിലെ ഒരു ചാനലുകളും, ഒരു പ്രസ്ഥാനങ്ങളും 279 സീറ്റ് മേടിച്ച് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞ കാലത്ത് 279 സീറ്റ് മേടിച്ച് 280ഓളം സീറ്റിലധികം മേടിച്ച് അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞ ഏക ചാനൽ റിപ്പോർട്ടർ ടി വിയാണ്. എത്രയോ നാളുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതൊന്നും കേരളത്തിലെ കോൺഗ്രസ്സുകാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ കാണാതെ പോകണ്ട എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. കാരണം റിപ്പോർട്ടർ ടി വി കോൺഗ്രസിനെതിരല്ല, റിപ്പോർട്ടർ ടി വി യൂത്ത് കോൺഗ്രസിനെതിരല്ല, റിപ്പോർട്ടർ ടി വി ഒരു പ്രസ്ഥാനങ്ങൾക്കും എതിരല്ല. കാരണം എന്താണ്, ഈ പ്രസ്ഥാനങ്ങളെയും ഈ എല്ലാ സംവിധാനങ്ങളെയും നിലനിർത്തിയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഇത് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ചേർത്തിട്ട് മാത്രമേ റിപ്പോർട്ടർ ടി വി മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസിനെതിരാണ് എന്ന് ഏതെങ്കിലും ആൾക്കാർ ഒരു ന്യൂനപക്ഷം വരുത്തി തീർക്കാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ആ പ്രസ്ഥാനത്തിനും ആ പാർട്ടിക്കുമേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളത് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നു. സ്മൃതി, ശരി. Meet the editors.